Hi friends, welcome to Ladies House. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സ്വന്തം പച്ചമാങ്ങ ജ്യൂസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ഒരു മാങ്ങ വെച്ചാണ് ഞാനിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റണം. ഇവിടെ പച്ചമാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൈസൊന്നും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന സൈസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു സൈസിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചൊരു മാറ്റം വരും. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം മാത്രം ഒഴിച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിതിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അതിനുശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു മധുരം ഓക്കെയാണ്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കാം. അപ്പം അതിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിനകത്തേക്ക് ഇനി ഐസ് ക്യൂബ്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു എരിവ് കൂടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണ സമയത്ത് മാത്രം ചെയ്താൽ മതി. ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണ സമയത്ത് ഒരു 1-2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു എരിവും മധുരവും കൂടിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.